സനോജ്, അവിടെയുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? നേരത്തെ സനോജ് വിവരങ്ങൾ നൽകുമ്പോൾ ഓരോ വോട്ടർമാരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? യെസ്, സനോജിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും വോട്ടർമാരുടെ നിര കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്തി തിരിച്ചയക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. പല പഞ്ചായത്തുകളിലും ശക്തമായ വാശിയേറിയ പോരാട്ടമായിരുന്നത് കൊണ്ട് തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ബൂത്തിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന തിരക്കിലാണിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി നഗരസഭ വാർഡ് 5-ലെ സെൻറ്റ് തെരേസസ് HS സ്കൂളിലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ്. അദ്ദേഹം അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്തും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സിസ്റ്ററെ, രാവിലെ തന്നെ എത്തിയാണോ വോട്ട് രേഖപ്പെടുത്തുന്നത്? അതെ, എല്ലാ പ്രാവശ്യവും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. എല്ലാ പ്രാവശ്യം രാവിലെ തന്നെ എത്താറുണ്ട്. സിസ്റ്ററെ, രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും? അതെ അതെ. ഏതാണ് വാർഡ്? 5-ാം വാർഡ്, വാഴപ്പള്ളി. അതെ അതെ. സിസ്റ്ററെ, രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണോ? അതെ, രാവിലെ തന്നെ വരും. രാവിലെ തന്നെ ഇങ്ങ് എത്തിയോ? രാവിലെ തന്നെ വന്നു തന്നെ. ഇപ്പോൾ ട്രെയിന് പോകാൻ ഒരുങ്ങി പോയതാണ്. എല്ലാവരും തന്നെ നല്ല ശുഷ്കാന്തിയിൽ അങ്ങ് ദൂരെ നിന്ന് വന്നവരൊക്കെ ഉണ്ട്, ഊട്ടിയെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യവും രാവിലെ തന്നെ ആ ഉത്തരവാദിത്തം അങ്ങ് നിർവഹിക്കും. നിർവഹിക്കും. അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇനി അങ്ങനെ തന്നെ രാവിലെ വരിക, വോട്ട് രേഖപ്പെടുത്തുക, മടങ്ങുക. മടക്കുക. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ എത്രയും തുടർന്ന് കൃത്യം നോക്കിയില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നവരാണ്. അവർക്ക് ഓട്ടിപിടിയാണ്, ട്രാൻസ്ഫർ ആയപ്പോൾ പോയതായിരുന്നു. അത് കന്യാസ്ത്രീകളാണ് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാവിലെ തന്നെ അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക, അവരുടെ ജനാധിപത്യ അവകാശം രാവിലെ തന്നെ നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ മറ്റ് പല പ്രമുഖരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി, ദേവസ്വം ബോർഡ് മന്ത്രിയും കൂടിയായിട്ടുള്ള VN വാസവനാണ്. അദ്ദേഹം 9:30 വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി, അദ്ദേഹം 8:30 വോട്ട് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ വൈക്കം വിശ്വൻ, അദ്ദേഹം 8 മണിയോടുകൂടി കുടയമ്പടിയിലെ SNDP ഹാളിൽ വോട്ട് രേഖപ്പെടുത്തും. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ മത്സരം കൊണ്ട് ശ്രദ്ധേയമാണ് കോട്ടയം ജില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമായതിനു ശേഷം ഒരു പ്രവർത്തകർക്കിടയിൽ ഊഷ്മളമായ ഒരു ആത്മബന്ധം ഉണ്ടായ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് ജില്ലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടത് നേതൃത്വമുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിലുടനീളം കാണാൻ കഴിഞ്ഞത്. ജില്ലയിൽ ആകെ 89 വാർഡാണ്. അത് ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലേക്ക് നഗരസഭകളും ഒപ്പം തന്നെ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒപ്പം തന്നെ 1611 വാർഡുകളാണുള്ളത്. അതിൽ ജില്ലാ പഞ്ചായത്തിലും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭകളിലും പഞ്ചായത്തിലും ഉൾപ്പെടെയാണ്. ജില്ലാ പഞ്ചായത്തിൽ 83, ബ്ലോക്ക് പഞ്ചായത്തിൽ 489, ഗ്രാമപഞ്ചായത്തിൽ 4032, നഗരസഭയിൽ 677 വാർഡുകളാണുള്ളത്. ആ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ 16,41,249 പേരാണ് വോട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ശക്തമായ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഇടത് മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ്. ജില്ലാ പഞ്ചായത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഇടത് മുന്നണിക്ക് ഭരിക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ഇടത് ഭരണമായിരുന്നു.